ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനുമായി ഒരു ഫെല്ലോഷിപ്പിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനുമായുള്ള കൂട്ടായ്മയ്ക്ക് വളരെ വില കൊടുക്കുന്നു. ദൈവവചനമായിരിക്കുന്ന ബൈബിൾ ദൈവിക ആരാധനയെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. ആരെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, അതിൻ്റെ വ്യവസ്ഥകൾ എന്ത് എന്ന് ദൈവവചനമായിരിക്കുന്ന ബൈബിളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമമായിരിക്കുന്ന ബൈബിളിൻ്റെ ഭാഗങ്ങളിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ അവർ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽപ്പെട്ട് ബഹുദൈവങ്ങളെയും അർത്ഥമില്ലാത്ത ആരാധനയും യാഗങ്ങളും നിലനിന്നിരുന്ന ഈജിപ്തിൽ നിന്നും അവരെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഫറവോയോട് മോശ ദൈവം കൽപ്പിച്ച ഒരു കൽപ്പന ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക. എപ്പോഴും ആരാധന എന്ന് പറയുന്നത് ഒരു ദൈവികമായ കൽപ്പനയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ആ 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ 1ഉം 2ഉം കൽപ്പനകൾ ആരാധനയോടുള്ള ബന്ധത്തിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്നും അന്യദേവന്മാരെ നിങ്ങൾ എന്നോട് ചേർന്നോ അല്ലാതെയോ വണങ്ങുകയോ ആരാധിക്കുകയോ ചെയ്യരുതെന്നും സ്ട്രിക്റ്റ് ആയിരിക്കുന്ന നിയമമുണ്ടായിരുന്നു. ആരാധനയെങ്കിൽ പാട്ടുകളുണ്ടായിരുന്നു, മ്യൂസിക് ഉണ്ടായിരുന്നു, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു. ബൈബിളിൽ പാടുക, സിംഗിങ് എന്ന പദം 150 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 9 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ മ്യൂസിക് എന്ന പദം 17 പ്രാവശ്യം, ഇൻസ്ട്രുമെന്റ്സ് എന്ന പദം 45 പ്രാവശ്യം, സിംബൽസ് എന്ന പദം 16 പ്രാവശ്യം, സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് 25 പ്രാവശ്യം, ഹാർപ്പ് എന്ന പദം 32 പ്രാവശ്യം, ഹാർപ്സ് എന്ന പ്ലൂറൽ പദം 17 പ്രാവശ്യം, ഫ്ലൂട്ട് എന്ന പദം 9 പ്രാവശ്യം, അതിൻ്റെ പ്ലൂറൽ ഫോം 6 പ്രാവശ്യം. എന്നാൽ പുതിയ നിയമത്തിലാണ് ആരാധനയുടെ മാർമികമായിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു സമറിയയിലൂടെ കടന്നു പോകേണ്ട സമയം വന്നപ്പോൾ സുഗാർ പട്ടണത്തിന് അരികെ അങ്ങനെ കടന്നു പോകുന്നതിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എവർക്കും അറിയാം, ആ കിണറിൻ്റെ അടുത്ത് ഒരു സമറിയ ദേശത്തുള്ള ഒരു സ്ത്രീ അവിടെ വെള്ളം കോരുവാൻ വന്ന സമയത്ത് കർത്താവ് അവരോട് വെള്ളം ചോദിക്കുകയും അതൊരു ഡിസ്കഷനിലേക്ക് വരികയും ആ സ്ത്രീ രൂപാന്തരപ്പെട്ട് ഒരു സുവിശേഷകയായി മാറുകയും അവളുടെ സാക്ഷി നിമിത്തം അനേകർ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുകയും ചെയ്ത അനുഭവത്തെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 4-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് നമസ്കരിച്ചു വന്നത്. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുസലേമിലാകുന്നു
എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. അതിന് യേശുക്രിസ്തു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല, യെരുസലേമിലും അല്ല എന്ന നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിന് നമസ്കരിക്കുന്നു. നിങ്ങൾ അറിയാത്തതിന് നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിന് നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. 23-ാമത്തെ വാക്യം വളരെ പ്രസക്തമായ പുതിയ നിയമത്തിലെ വാക്യമാണ്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവ് ആകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്, ബട്ട് an hour is coming and now is when the true worshippers will worship the Father in spirit and truth. For such people the Father seeks to be his worshippers. God is spirit, and those who worship him must worship in spirit and truth. ഇതാണ് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ആരാധനയോടുള്ള ബന്ധത്തിൽ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം. ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. ഇങ്ങനെയുള്ള സത്യനമസ്കാരികളെയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഇവിടെ വളരെ വ്യക്തമായി എന്താണ് നമ്മുടെ കൂടിവരവിലുള്ള ആരാധന. പുതിയ നിയമം പരിശോധിച്ചാൽ റോമാലേഖനം 12-ാം അധ്യായം അതിന് 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം നിസ്സംശയം അറിയാം. ഒരു കൂടി വരുന്ന സ്ഥലത്തുള്ള പാട്ടുകളോ അല്ലെങ്കിൽ ആചാരക്രമമോ അല്ല ആരാധന. ആരാധന എന്നാൽ നമ്മുടെ ശരീരങ്ങൾ ജീവനുള്ള യാഗമായി, ബുദ്ധിയുള്ള യാഗമായി വിശുദ്ധിയോടെ ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ് ആരാധന. എന്ന് പറഞ്ഞാൽ ആ മലയിലുമല്ല ഈ മലയിലുമല്ല, വർഷിപ്പ് പ്ലേസ് തന്നെ മാറിക്കഴിഞ്ഞു. പുതിയ നിയമത്തിൽ നാം ആണ് ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളാണ് നാം ഓരോരുത്തരുമെന്ന് നമുക്ക് കൊരിന്ത്യ ലേഖനം പഠിച്ചാലും ദൈവവചനത്തിലൂടെ കടന്നുപോയാലും മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ജീവനുള്ള കല്ലുകൾ അല്ലെങ്കിൽ ജീവനുള്ള ആലയങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ മഹത്വപൂർണമായിരിക്കുന്ന ഒരു ആരാധന വെളിപ്പെടുന്നുണ്ട്. ഈ വർഷിപ്പ് എന്ന പദം എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അത് വർത്ത് ഷിപ്പ് എന്ന പദത്തിൽ നിന്നാണ് വർഷിപ്പ് എന്ന പദം വന്നിരിക്കുന്നത്. ഈ ആരാധനയ്ക്ക് ഒരു കറക്റ്റായ ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. കറക്റ്റ് ഓബ്ജക്റ്റ് ഓഫ് വർഷിപ്പ്. ആരാധിക്കുന്നതിന് സത്യമായ കൃത്യമായ ഒരു ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. അതാരാണ്? കർത്താവായ യേശു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഹൂ ഈസ് സ്പിരിറ്റ്. അതാണ് ആരാധനയുടെ ഏറ്റവും പ്രധാനമായ ഘടകം. ആരാധിക്കേണ്ടത് ആത്മാവാകുന്ന ദൈവത്തെയാണ്. അടുത്തത് ആരാധിക്കുന്നവന്റെ ആറ്റിറ്റ്യൂഡാണ്. അതായത് കറക്റ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് വർഷിപ്പ്. ആരാധകന്റെ ആറ്റിറ്റ്യൂഡ് ദൈവം വളരെ കാണുകയാണ്. അതായത് ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിൽ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിൽ ആരാധിക്കണം. ആത്മാവിലുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫിസിക്കലായ
ഒരു ഫോമിൽ നിന്ന് വരുന്ന ആ കാര്യത്തിനല്ല പുതിയ നിയമത്തിലെ ആരാധനയുടെ പ്രസക്തി ഇരിക്കുന്നത്. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുകയോ വായിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ആരാധിക്കുന്നവന്റെ ആറ്റിറ്റ്യൂഡ്, അവൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. വിശുദ്ധനായ പത്രോസ് താൻ ലേഖനം എഴുതിയപ്പോൾ ആ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നുണ്ട്. തങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്നവരോട് ഉത്തരം പറയാൻ ഒരുങ്ങിയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ മുകളിലെ ഭാഗത്ത് നമുക്കുണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, യോഹന്നാന്റെ സുവിശേഷം 4:24 കർത്താവായ യേശുക്രിസ്തു സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടതെന്നും ദൈവം ആത്മാവാകുന്നുവെന്നും സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്നും അങ്ങനെയുള്ളവരെയാണ് സ്വർഗത്തിലെ ദൈവം പിതാവ് ആഗ്രഹിക്കുന്നതെന്നും അവരാണ് ആരാധിക്കേണ്ടതെന്നും ദൈവവചനം നിസ്സംശയം പറയുന്നു. എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ആരാധനയുടെ ഓബ്ജക്റ്റ് ആത്മാവാകുന്ന ദൈവമാണ്. ആരാധിക്കുന്നവന്റെ ആറ്റിറ്റ്യൂഡ് ആത്മാവിലാണ് ആരാധിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, ആരാധനയുടെ യഥാർത്ഥമായ ആരാധനയുടെ സത്യ ആരാധനയുടെ ഫൗണ്ടേഷൻ, അത് വളരെ പ്രധാനമുണ്ട്. അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് അത് സത്യമാണ്. സത്യം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. എന്ന് പറഞ്ഞാൽ ദൈവവചനപ്രകാരം റൈറ്റ് ആയിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് കൂടി റൈറ്റ് ഓബ്ജക്റ്റിനോട്, അതായത് വർത്തായിരിക്കുന്ന ഒരു ആരാധനയത്രേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ വർഷിപ്പ്, യഥാർത്ഥമായി ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ. 2, ആത്മാവാകുന്ന ദൈവത്തെ. 3, റൈറ്റ് ആറ്റിറ്റ്യൂഡോടുകൂടെ, ആത്മാവിൽ, ഭൗതികമായ കാര്യത്തിലല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു അൺനോണായിരിക്കുന്ന ദൈവത്തെ അല്ല. പൗലോസ് ഏഥൻസിൽ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു അൺനോൺ ദൈവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ആ അൺനോൺ ആയിരിക്കുന്ന, പുറത്തായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ആത്മാവാകുന്ന ദൈവത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം അറിയാത്തതിനെയല്ല നമസ്കരിക്കേണ്ടത്, അറിയായ്മയിലല്ല അനുസരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻ്റ് ആയിട്ടല്ല, അൺനോൺ ആയിട്ടല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. ഏതൊരു ശക്തി, ഏതൊരു വിഗ്രഹം, എന്തോ ഒരു കാര്യം, ഒരു ശക്തിയുണ്ട് എന്ന് ചിലരും പറയാറുണ്ട്. അല്ല, ദൈവം അങ്ങനെയുള്ള ആരാധനയല്ല സ്വീകരിക്കുന്നത്. എ നോൺ, എ ട്രൂ, എ സ്പിരിറ്റ് ഗോഡ്, ആ ദൈവത്തെ നാം ആരാധിക്കേണ്ടത്. അതും എഴുതപ്പെട്ട ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ. അപ്പോൾ ആരാധിക്കുന്നവന്റെ യോഗ്യത എന്താ? അവൻ ആത്മാവിൽ ആരാധിക്കണം. അവൻ സത്യവചനത്തിന് അനുസരിച്ച്, സത്യവചനത്തെ തള്ളിക്കളയുന്ന ദുരുപദേശക്കാരോടുകൂടിയോ വിഗ്രഹാരാധിയോടുകൂടിയോ, അങ്ങനെയുള്ള സ്ഥലമല്ല ദൈവസഭ. ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ദൈവജനം ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നുള്ള കാര്യത്തിൽ പഴയ നിയമത്തിലെ എഴുത്തുകളെക്കാൾ ഏറെ സ്ട്രിക്റ്റ് ആണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നാൽ നോ പറയാൻ നമുക്ക് കഴിയുകയില്ല. പക്ഷേ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം സത്യത്തിലും ആത്മാവിലും വർത്തായി ദൈവത്തെ ആരാധിക്കണം.
ആ വർഷിപ്പാണ് യഥാർത്ഥത്തിൽ വർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനായിട്ട് ദൈവജനത്തെ ഞാൻ എൻകറേജ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു.